എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ ഓരോരോ ശ്ലോകങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുകയാണ്. ഈ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. കഴിഞ്ഞ വീഡിയോയിലായിട്ട് 9ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാമത്തെ ശ്ലോകമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ശൗനകാദി മഹർഷിമാര് സൂതനോടായിട്ട് പറയുന്ന ഭാഗങ്ങളാണ്. ഭഗവാനെ സംബന്ധിക്കുന്ന അതിസൂക്ഷ്മങ്ങളായിരിക്കുന്ന രഹസ്യങ്ങളടങ്ങിയ തത്വങ്ങൾ അറിയുന്ന സൂതപൗരാണികനോടായിട്ട് ശൗനകാദി മഹർഷിമാര് പറയുന്ന ഭാഗങ്ങളാണ് ഈ ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകത്തിൽ കലിയുഗത്തിലെ മനുഷ്യര് നേരിടുന്ന അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ ശ്ലോകം നോക്കാം. പ്രായേണാൽപായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസ്സു മന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. ഒന്നുകൂടി നോക്കാം. പ്രായേണാൽപായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാഃ സുമന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. ഇനി നമുക്ക് ഇതിൻ്റെ അന്വയ പദങ്ങളായിട്ട് നോക്കാം. സഭ്യ അസ്മിൻ കലൗ യുഗേ ജനാഃ പ്രായേണ അല്പായുഷഃ മന്ദാഃ സുമന്ദമതയഃ മന്ദഭാഗ്യാഃ ഉപദ്രുതാഃ ഹി ഭൂരി കർമാണി വിഭാഗശഃ ശ്രോതവ്യാനി ഭൂരീണി. ഇതാണ് അന്വയത്തിൻ്റെ പദമായിട്ട് നോക്കുമ്പോൾ. ഇനി നമുക്ക് അന്വയത്തിൻ്റെ അർത്ഥം നോക്കാം. സഭ്യ സഭയിൽ യോഗ്യനായുള്ളവനെ, അസ്മിൻ കലോ യുഗേ ഈ കലിയുഗത്തിൽ, ജനാഃ ജനങ്ങൾ, പ്രായേണ മിക്കവാറും, അല്പായുഷഃ അല്പമായ ആയസ്സുള്ളവരായി, മന്ദാഃ ഉത്സാഹമില്ലാത്തവരായി, സുമന്ദമതഃ ബുദ്ധി കുറഞ്ഞ അവസ്ഥയിൽ, മന്ദഭാഗ്യാഃ ഭാഗ്യം കുറഞ്ഞവർ, ഉപദ്രുതാഃ ഹി ഉപദ്രുതാഃ ഹി ഉപദ്രവം അനുഭവിക്കുന്നവരായിട്ട് ആകുന്നു. നിശ്ചയം ഭൂരി കർമാണി ബാഹ്യമായ കർമ്മങ്ങളോട് കൂടിയവയും, വിഭാഗശഃ വെവ്വേറെ, ശ്രോതവ്യാനി കേൾക്കാനാണെങ്കിലോ അനവധി ശാസ്ത്രങ്ങൾ, ഭൂരീണി അസംഖ്യങ്ങൾ, അനവധി അനന്തമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. ഹേ സഭ്യനായുള്ളവനെ, ഈ കലിയുഗത്തില് പ്രായേണ ജനങ്ങളെല്ലാം അല്പായസുക്കളും ഉത്സാഹം കുറഞ്ഞവരും ബുദ്ധി കുറഞ്ഞവരും ഭാഗ്യമില്ലാത്തവരും രോഗങ്ങളെ കൊണ്ട് ഉപദ്രവം നേരിടുന്നവരും അനുഭവിക്കുന്നവരായിട്ടാണല്ലോ കാണപ്പെടുന്നത്. കർമ്മങ്ങളാണെങ്കിലോ അനേകം കർമ്മങ്ങൾ അനുഷ്ഠാന യോഗ്യങ്ങളായി പറയുന്നവയും പ്രത്യേകം കേൾക്കേണ്ടതായ ശാസ്ത്രങ്ങളോ അതും അനവധി. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി ഇതിന്റെ തുടർച്ചയാണ് അടുത്ത ശ്ലോകത്തിലും കൂടി വരുന്നുണ്ട്. തുടർന്നുള്ള ശ്ലോകങ്ങൾ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എല്ലാ ശ്ലോകങ്ങളും കൂടി മനസ്സിലാക്കുമ്പോഴാണ് പൂർണ്ണാർത്ഥത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്. ഈ കലിയുഗത്തില് പൊതുവെ എല്ലാവരും, കൂടുതൽ ആൾക്കാർക്കും അല്പ ആയുസ്സായിട്ടും ഉത്സാഹം കുറഞ്ഞവരും, തൻ്റെ ബുദ്ധി വേണ്ട വിധത്ത് ഉപയോഗിക്കാത്തവരും, ഭാഗ്യം കുറഞ്ഞവരും, രോഗങ്ങളാണെങ്കിൽ അനവധി രോഗങ്ങളുടെ രോഗപീഠ കൊണ്ട് വലയുന്നവരും ആയിട്ട് കഷ്ടത അനുഭവിക്കുന്നവരായിട്ട് കാണപ്പെടുന്നു. അവർക്കാണെങ്കിലും അനേക കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതായിട്ട് വരുന്നു. ശാസ്ത്രങ്ങൾ, അനവധി കാര്യങ്ങൾ, വിഷയാസക്തി നൽകുന്ന അനവധി അനുഷ്ഠാനങ്ങളായിട്ട് കാണുന്നു. തുടർന്ന് ഇവർക്കൊക്കെ ഈ പറയുന്ന എല്ലാവർക്കും വേണ്ടതായ കാര്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാണ് ഇവിടെ ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. അപ്പോൾ തുടർന്നുള്ള അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പറയാം. ഭാഗവതം ദിവസവും പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഭാഗവതം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, ഭഗവാനെ അറിയാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ജ്ഞാനം നമ്മളിലേക്ക് വന്നു നിറയുക. ജ്ഞാനം വരുമ്പോൾ മാത്രമേ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
അല്ലെങ്കിൽ ഈ പറഞ്ഞമാതിരി പലതരത്തിലുള്ള വിഷയങ്ങളിൽ മുഴുകി നമ്മുടെ വിലപ്പെട്ട ജീവിതം നമ്മൾ വ്യർത്ഥമാക്കി കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ ഭഗവാനെ സംബന്ധിക്കുന്ന, ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും അറിയാനായിട്ട് പരിശ്രമിക്കുക. അതിനെന്താ വേണ്ടത്? പ്രധാനമായിട്ടും വേണ്ടത് നിർമുക്തനായിട്ട് തീരുക. ഏതെങ്കിലും ഒരു വിഷയം മാത്രം ഞാൻ പഠിക്കുള്ളൂ, അങ്ങനെയില്ല. എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ടുള്ള മനസ്സ് തയ്യാറാക്കുക, മനസ്സ് അത്തരത്തിലാക്കി തീർക്കുക. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് കേമമെന്നോ ഏതെങ്കിലും ഒന്ന് മോശമാണെന്നോ ഇത്തരത്തിലുള്ള ദ്വന്ദ്വ ചിന്തകളൊന്നും തന്നെ ആവശ്യമില്ല. വിദ്യയെ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. അപ്പം ബ്രഹ്മത്തെ അറിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ പരിശ്രമിക്കുമ്പോൾ ആ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കാരുണ്യം, ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവരിലും ഉണ്ടാവും. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പറയാം. എല്ലാവർക്കും നമസ്കാരം.